നമസ്കാരം. സൂപ്പർ സോക്കർ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ 2026 ഫിഫ ലോകകപ്പ് ആരംഭിച്ചിരിക്കുന്നു. 2 മത്സരങ്ങൾ പൂർത്തിയായി. ആദ്യ മത്സരം ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു. എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ 80,000-ലേറെ കാണികളുടെ സാന്നിധ്യത്തിൽ കളി ആരംഭിച്ചു. പക്ഷേ കളിയുടെ നിലവാരം അത് നമുക്ക് കൂടുതൽ വിശദീകരണം നൽകുന്നതിനായി എന്നോടൊപ്പം സുധേഷാണുള്ളത്. സ്വാഗതം സുധേഷ്. ഒരു പ്രധാന കാര്യം, ലോകകപ്പ് 23-ാം എഡിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വരും വർഷത്തിൽ 100 വർഷം ആഘോഷിക്കുന്ന ഫിഫയുടെ അതിനു മുൻപിലത്തെ ഒരു ലോകകപ്പ്. ആ ലോകകപ്പിൽ ആവേശം നിറഞ്ഞതായ മത്സരമായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച മത്സരം അത് അതിൻ്റെ നിലവാരത്തിലേക്ക് എത്തിയോ എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, പുതിയ നിയമങ്ങളുടെ കീഴിൽ തുടങ്ങിയ മത്സരം 3 റെഡ് കാർഡുകളിൽ നമ്മൾ ആദ്യ മത്സരങ്ങളിൽ തന്നെ കണ്ടു കഴിഞ്ഞു. അതുപോലെ 2 ഗോൾ പിറന്ന മത്സരം. എങ്ങനെ കാണുന്നു ആദ്യത്തെ മത്സരം? തീർച്ചയായും നമുക്ക് ഈ ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫിഫ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയ ശേഷമുള്ള ഒരു ലോകകപ്പാണ്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. സ്വാഭാവികമായിട്ടും മത്സരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിലെല്ലാം ഉപരി പുതിയ കാലത്തിനനുസരിച്ച് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്ന ഘട്ടത്തിൽ മത്സരം വേഗത്തിലാക്കാനും സമയം നഷ്ടപ്പെടുത്താതിരിക്കാനും എല്ലാം കണക്കുകൂട്ടി വരുത്തിയ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ആ നിലവിൽ ഫുട്ബോളിനെ കുറിച്ചുള്ളൊരു പരാതി വലിയ രീതിയിൽ ഇപ്പോൾ ക്രിക്കറ്റും പോലുള്ള മത്സരങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മത്സരങ്ങളിലോ വോളിബോളിലായാലും ബാസ്ക്കറ്റ്ബോളിലായാലും വലിയ ചേഞ്ചസ് വന്നപ്പോഴും തങ്ങളുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതായിരുന്നു ഫുട്ബോളിനെ കുറിച്ചൊരു പരാതിയും. ഒപ്പം തന്നെ ഫുട്ബോളിൻ്റെ ഗുണമായി കണ്ടിരുന്നതും അതായിരുന്നു. ഫിഫ വലിയ മാറ്റങ്ങൾക്ക്, പുതിയ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാവുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫിഫയ്ക്ക് നിലപാട് മാറ്റം തന്നെ, പൂർണ്ണമായിട്ടും വലിയൊരു നിലപാട് മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, കാണികളെ കളിയിലേക്ക് പിടിച്ചിരുത്തണമെങ്കിൽ തീർച്ചയായും ഈ 90 മിനിറ്റ് അല്ലെങ്കിൽ മത്സരം നടക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ലൈവായി വളരെ വേഗത്തിൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കതറിയാം. ടെസ്റ്റ് ക്രിക്കറ്റിന് ഇന്നൊരു പ്രസക്തിയും ഇല്ലാതെ വൺ ഡേ ആയിരുന്നു. വൺ ഡേ മാച്ച് കഴിഞ്ഞ് 2020 വന്നു ക്രിക്കറ്റിൽ. അതുപോലെയുള്ള വലിയ മാറ്റങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോളിൽ വേറെ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പോലും 11 പ്രധാനമായ മാറ്റങ്ങൾ, അതെല്ലാം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ആ മാറ്റങ്ങളെല്ലാം തന്നെ മത്സരം വൈകിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ടീം കാണിക്കുന്ന ചില ലൊടുക്ക് വിദ്യകൾ നമ്മൾ പറയാം. അങ്ങനത്തെ വിദ്യകൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ശിക്ഷ നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ്. സ്വാഭാവികമായിട്ടും അത് കളി വേഗത്തിലാക്കാനും ഇത്തരം തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും സഹായിക്കും. അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു ടീമിന് ത്രോയിൻ കിട്ടി, അവർ 10 സെക്കൻഡിനുള്ളിൽ അത് എടുത്തില്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ടീമിന് കൈമാറുന്നു. അതുപോലെ ഗോൾ കിക്ക് ലഭിച്ചു, ഇത്ര സമയത്തിനുള്ളിൽ ഗോൾ കിക്ക് എടുത്തില്ല എങ്കിൽ അത് കോർണർ കിക്ക് അനുവദിക്കുന്നു. അത്രത്തോളം വളരെ കടുത്ത നിയമങ്ങളിലേക്ക് ഫിഫ പോയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വീണ് കിടന്നിട്ടും അല്ലെങ്കിൽ പരിക്കഭിനയിച്ചും ആ രീതിയിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഗോൾ മുൻതൂക്കമുള്ള ടീം സമയം കളയാൻ വേണ്ടി കാണിക്കുന്ന പലതരം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ ആകെ പന്ത് പൊസഷൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം ഹൈ പ്രസ് ഗെയിമുകളൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അത് എപ്പോഴും വിജയിക്കണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരം മുഴുവൻ സമയവും ലൈവാക്കുക എന്നുള്ള നിലയിലേക്ക് മാറ്റം വരുത്തിയ ശേഷം നമ്മൾ കണ്ട ആദ്യത്തെ ഒരു കളിയാണ് ഇന്നലത്തെ കളി. പക്ഷേ പ്രത്യേകിച്ചും വലിയ മെക്സിക്കോ സിറ്റിയിലെ ലോകം തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഏകദേശം 82,000 കാണികൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേഡിയം, ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഉദ്ഘാടന മത്സരമാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. നേരത്തെയും മെക്സിക്കോ ആ കാര്യത്തിലൊക്കെ 86-ലും എല്ലാം തീർച്ചയായും അതെ അവർ തെളിയിച്ചതാണ് അത്. പക്ഷേ മത്സരം നിലവാരത്തിലേക്ക് എത്താതെ പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത്, സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു പ്രകടനം വളരെ പ്രധാനമായിരുന്നു. അതിൽ സൗത്ത് ആഫ്രിക്ക എനിക്ക് തോന്നുന്നത് വളരെ കാലത്തിന് ശേഷം 20 വർഷങ്ങൾക്കപ്പുറം ലോകകപ്പിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത്രയധികം മെക്സിക്കോ സ്വന്തം നാടിനു വേണ്ടി ആർത്തി വിളിക്കുന്ന കാണികൾക്ക് മുന്നിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഗ്രൗണ്ടിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഒത്തിണക്കവും അല്ലെങ്കിൽ ഒരു തന്ത്രവും പ്രവർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് മെക്സിക്കോ ഈ പ്രഷറിനിടയിലും കുറച്ചെങ്കിലും കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ
സൗത്ത് ആഫ്രിക്കയുടെ ഒരു തണുപ്പൻ പ്രതികരണം അല്ലെങ്കിൽ ആ മത്സരത്തെ മൊത്തത്തിൽ നമുക്കറിയാം ആ രീതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ വളരെ 2 നല്ല ഗോളുകൾ. അതെ, സൗത്ത് ആഫ്രിക്കയുടെ പിഴവിൽ നിന്നാണ് ആദ്യ ഗോളെങ്കിലും രണ്ടാമത്തെ ഗോൾ തികച്ചും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പിന്നീട് ഇവിടെ ഒരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ മെക്സിക്കോയുടെ പല താരങ്ങളും യൂറോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളാണ്. പക്ഷേ ആ കൂട്ടായ്മയൊന്നും ജിമിനസിനെ പോലുള്ളവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 10 വർഷത്തിലേറെ കളിക്കുന്ന താരങ്ങളാണ്. എന്നാൽ ആ കൂട്ടായ്മ അവരുടെ കളിയിൽ നമുക്ക് കാണാനായും ചോദിച്ചാൽ സംശയമാണ്. സ്വാഭാവികമായിട്ടും ഇവർ പലപ്പോഴും ഒന്നിച്ച് കളിക്കുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കാം ടീം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിണക്കം ഇല്ലാതെ പോയി. അതുകൊണ്ട് സുദേശ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 86-ൽ ലോകകപ്പ് ആദ്യം കണ്ടു തുടങ്ങിയ ആൾക്കാരാണ് ടി വിയിൽ. ഒരുപക്ഷെ മെക്സിക്കോയിൽ തന്നെ ഉള്ള മെക്സിക്കോ തരംഗത്തോടും മെക്സിക്കോയുടെ വേവിനോടും അനുസരിച്ച് കളി കണ്ട ആൾക്കാരാണ് നമ്മൾ. അന്ന് ദൈവത്തിൻ്റെ ഗോൾ പിറന്നു. ഇനി അതും ഉണ്ടാവില്ല, വാർ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ക്രിക്കറ്റിൽ DRS പോലെ ഇപ്പം വാർ തീരുമാനങ്ങൾ നമ്മൾ ഇന്നലെയും ഒരു റെഡ് കാർഡ് വാർ തീരുമാനത്തിൽ കണ്ടു. തീർച്ചയായിട്ടും. ഇവിടെ കളിയിലേക്ക് വരാം നമുക്ക്. 9-ാം മിനിറ്റിലാണ് ആദ്യത്തെ ചാൻസ് കളയുന്നതും ആദ്യത്തെ ഗോൾ പിറക്കുന്നതും. സിത്തോൾ ഒരു ചാൻസ് കളയുന്നു, അതിനുശേഷം ക്വിനോസിസ് ഗോൾ നേടുന്നു. ഒരു ഡിക്ക് പുറത്തു നിന്നെടുത്ത നല്ല മനോഹരമായ ഒരു കിക്ക്. അതുവരെ നമ്മൾ ഒരുപക്ഷെ ആ ഗോൾ കീപ്പറെ പെട്ടെന്ന് കീഴടക്കാൻ പറ്റുമോ എന്ന് സംശയിച്ചിരുന്നു. വളരെ നല്ല പ്രകടനം അദ്ദേഹം അതിനുശേഷവും കാഴ്ചവെച്ചു. എങ്ങനെ കാണുന്നു ആ ഗോളിന്? തീർച്ചയായും. ഇപ്പോൾ വില്യംസ് എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ ഗോൾ കീപ്പർ ആഫ്രിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ ഇന്നലെ പുള്ളിയുടെ സേവ് 1-2 സേവുകൾ നമ്മൾ കണ്ടു. 2-3 സേവുകൾ അതിഗംഭീരമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇത്രയധികം കാണികൾക്ക് മുന്നിൽ പുള്ളി ഒന്ന് പതറിപ്പോയോ? ഗോൾ കീപ്പർ അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ തൻ്റെ കളിക്കാർക്ക് കൊടുക്കേണ്ട പന്ത് കൃത്യമായി അദ്ദേഹം നൽകാതിരിക്കുന്നവരിൽ നിന്നാണ് ആദ്യത്തെ ഗോൾ പിറക്കുന്നത്. അത് നമുക്ക് കണ്ട ലോറ എന്ന് പറയുന്ന മെക്സിക്കോയുടെ താരം, മിഡ്ഫീൽഡിൽ കളിച്ച താരം, അദ്ദേഹമായിരുന്നു ഇന്നലെ മെക്സിക്കോയുടെ കളി നിയന്ത്രിച്ചിരുന്നത്. ആ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന നിലയ്ക്ക് പറയാൻ പറ്റുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം ആ പന്തിനെ അറ്റാക്ക് ചെയ്ത സൗത്ത് ആഫ്രിക്കൻ ഡിഫൻഡർ ഗോളിയിൽ നിന്ന് അത് വാങ്ങിയപ്പോൾ അത് മുൻകൂട്ടി കണ്ട് വളരെ ഇതായിട്ട് അഗ്രസീവായിട്ട് വന്നു. അദ്ദേഹം അത് തട്ടി ക്വിനോൻസിന് കൊടുക്കുന്നു. ക്വിനോൻസ് സൗദി ലീഗിൽ ഏറ്റവും കൂടുതൽ, റൊണാൾഡോ ഒക്കെ കളിക്കുന്ന സൗദി ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിനിഷിംഗ് മികവാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ഒരു ഗോൾ കീപ്പറുടെ കാലിനിടയിലൂടെ ആ പന്ത് ഒരു ചലിക്കാൻ പോലും ആകാത്ത രീതിയിലാണ്. അത്രയും പ്യുവർ പെർഫെക്റ്റ് ഒരു ഫിനിഷായിരുന്നു ആ ഗോളിൽ കണ്ടത്. അല്ല, അവിടെ അത് ഗോൾ പറയുമ്പോൾ പണ്ട് നമ്മൾ ശരിക്കും ഈ റൊണാൾഡോയുടെ ഗോള് ശരിക്കും നമ്മളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. വളരെ നല്ല ഭംഗിയായിട്ടൊരു ക്ലിനിക്കൽ ഫിനിഷ് എന്നൊക്കെ പറയാമെന്നുള്ള രീതി. നമ്മുടെ R9 ഗോള് അതെങ്ങനെ പറഞ്ഞു, R9 ബ്രസീലിയൻ റൊണാൾഡോയുടെ ഗോളുകളുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ വളരെ അധികം പന്തിനെ വലിയ ഹാർഡായിട്ടൊന്നും പന്തിനെ സ്പർശിക്കാതെ വളരെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്, അതെ അത് ഒരു അഴക് തന്നെയാണ്. അത് ഗോൾ കീപ്പർമാരെ നിഷ്പ്രഭരാക്കുന്നതാണ്. ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്യാൻ പോലും ചാൻസ് കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ മൂവ്മെൻ്റൊക്കെ കൊണ്ട് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ പറ്റാത്ത അത്രത്തോളം ഫ്ലെക്സിബിളായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പന്തിനെ ഒന്ന് തഴുകുക എന്നാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ കളി അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ട്രൈയും കണ്ടു, ഗോൾ പോസ്റ്റ് സേവ് ചെയ്യുന്ന ഒരു അടി. അത് ക്വിനോസിസ് തന്നെ ചെയ്ത ഒരു അടി. അതും ഒരുപക്ഷെ തീർച്ചയായും ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത് പോയ പന്താണ്. അത് അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മികവ് വളരെ വ്യക്തമായി കണ്ടൊരു മത്സരം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും പിന്നെ സൗദി ലീഗിൽ അത് ഇത്രത്തോളം, സൗദി ലീഗ് നമുക്കറിയാം ഇന്ന് വളരെ ടഫായ ഡിഫൻഡേഴ്സും എല്ലാം കളിക്കുന്ന സൗദി ലീഗാണ്. അൽ നാസർ ആയാലും അതുപോലെ നല്ല ടീമുകളാണ്. അവർക്കെല്ലാം നല്ല ഡിഫൻഡേഴ്സ്, വേൾഡ് ക്ലാസ് യൂറോപ്പിൽ നിന്നും മറ്റും ആഫ്രിക്കയിൽ നിന്നുള്ള ഡിഫൻഡേഴ്സാണ്. അവർക്കിടയിൽ നിന്നാണ് ക്വിനോൻസ് ഇത്രയും നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് 33ഓളം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഗിമിനസിനേക്കാൾ എനിക്ക് തോന്നുന്നത് ക്വിനോനസ് ആയിരിക്കും മെക്സിക്കോയുടെ മുന്നേറ്റത്തെ നിർണ്ണയിക്കാൻ സ്വാഗതം. പക്ഷേ ജിമിൻസാണ് തുടങ്ങി വെച്ചത് ശരിക്കും ആക്രമണം. തീർച്ചയായും ആദ്യത്തെ 5-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു ട്രൈ അത് ഗോളാകാതെ പോയി. വീണ്ടും ഈ ഗോളിന് ശേഷവും 25-ാം മിനിറ്റിൽ വീണ്ടും ജിമിൻസ് ഒരു ശ്രമം നടത്തി. ഒരുപക്ഷെ ഇന്നലെ മെക്സിക്കോ 6-7 തവണ അവർ ടാർഗറ്റ് ലക്ഷ്യമാക്കി ബോൾ വായിച്ചു. സൗത്ത് ആഫ്രിക്ക 2 പ്രാവശ്യം മാത്രമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് ട്രൈ ചെയ്യാനെങ്കിലും അവസരം കിട്ടിയത്. അത് സുദേശ് സൂചിപ്പിച്ചതുപോലെ ഒരു സഭാകമ്പം കൊണ്ടാണോ അതോ 20 കൊല്ലത്തിന് ശേഷം വന്നതുകൊണ്ടാണോ അതോ ഈ മെക്സിക്കോ കാണികളുടെ ആരവം
അത്രമാത്രം മെക്സിക്കോയ്ക്ക് അനുകൂലമായി ഉണ്ടായതുകൊണ്ടാണോ എന്നൊക്കെ ആശങ്ക സുദേശ് തീർച്ചയായും പങ്കുവച്ചു. പക്ഷേ എന്നാലും 37-ാം മിനിറ്റിലുള്ള കിനോസിസിൻ്റെ ആ പോസ്റ്റിൽ തട്ടി മടങ്ങിയ ഷോട്ട്, അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഗോളിനേക്കാൾ മികവുറ്റ രണ്ടാമത്തെ ഗോളായി മാറിയേനെ. എങ്ങനെ കാണുന്നു ആ ഷോട്ടിനെ? തീർച്ചയായും ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഗിമിനസിൻ്റെ ഒരു കമ്പയർ ചെയ്യാണ് ഞാൻ. ഗിമിനസ് ഫോൾസ് 9 അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്ന പൊസിഷൻ ഇപ്പോൾ പലപ്പോഴും യൂറോപ്പിലൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല, അങ്ങനത്തെ പ്ലേയേഴ്സും ഇല്ല. നമുക്കറിയാം പല ഒരു സ്പെയിനൊന്നും ഒരു കാലം വളരെ 10-15 വർഷമായിട്ട് അങ്ങനെ ഒരു പ്ലെയർ ഇല്ലാതെയാണ് കളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലെയർ ആവാൻ ഗിമിനസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഗിമിനസിനെ പോലുള്ള പ്ലെയേഴ്സിന് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നത് നമ്മൾ അല്ല. പക്ഷേ ആദ്യ പകുതിയിൽ ശരിക്കും നമ്മുടെ ഒക്കെ കവർന്ന മൂവ്മെൻറ്റ്സ് ജിമിനസിൻ്റെ. യെസ്, തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ ഒരു ടഫായ ഒരു ലീഗിൽ 10 വർഷത്തോളം കളിക്കുന്ന, അത് വൂൾസിന് വേണ്ടി കളിച്ചു, ഫുൾഹാമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പുതിയ സാഹചര്യങ്ങൾ അറിയുകയും സ്വാഭാവികമായിട്ട് വളരെ ടഫായിട്ട് കളിക്കാനും പറ്റും. അതിന് സഹായിച്ചത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു അലസതയും കൂടെ ആയപ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടി ഒന്ന് പെർഫോം ചെയ്യാൻ ഫ്രീഡം കിട്ടിയെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് നമുക്കറിയാം പല പന്തുകളും പെനാൽറ്റി ബോക്സിന് അറ്റത്ത് നിന്നോ അതിന് വെളിയിൽ നിന്നോ ആണ് ക്യുനോൻസിന് കിട്ടുന്നത്, അദ്ദേഹം അത് അടിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്പേസ് ഗിമിനസ് ഉണ്ടാക്കി കൊടുക്കുന്നു, ക്യുനോൻസിന് സ്പേസ് കിട്ടുന്നു. അത് തന്നെ തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ഷോട്ടുകൾ തൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. താങ്കൾ പറഞ്ഞ പോലെ 37-ാം മിനിറ്റിൽ ആ ഭാരം തട്ടിപ്പോയത് ഗോളി തീർച്ചയായിട്ടും അത്രയും മികച്ചൊരു ഗോൾ കീപ്പർ തീർച്ചയായിട്ടും ബീറ്റായിട്ടുള്ള ഒരിതാണ്. ഗിനോൻ തന്നെ അത് ഉറപ്പിച്ച രീതിയിലായിരുന്നു, ഗോളാണെന്ന് ഉറപ്പിച്ച ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറായി നിന്നിട്ടാണ്. അതുപോലെ വളരെ മനോഹരമായ ഒരു അവസരം തന്നെയായിരുന്നു തീർച്ചയായും. ആദ്യ പകുതി അങ്ങനെ ഒരു ഗോളിൻ്റെ ലീഡിൽ അവസാനിക്കുന്നു. രണ്ടാം പകുതി തുറന്ന കളിയുടെ ഒരു ഇത് തന്നെ മാറിയിരുന്നു. അല്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയേക്കാൾ കുറച്ചുകൂടെ ഉണർന്ന് കളിക്കാൻ സൗത്ത് ആഫ്രിക്ക ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഈ ലോകകപ്പിൻ്റെ ആദ്യത്തെ ചുവന്ന കാർഡ് ഉടൻ തന്നെ നമുക്ക് കാണേണ്ടി വന്നു, അല്ലേ? അല്പസമയത്തിനകം, അതായത് രണ്ടാം പകുതി തുടങ്ങി അല്പസമയത്തിനകം ഒരു ചുവന്ന കാർഡ് കാണുക. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അത് കണ്ടാൽ അറിയാം. അത് മെക്സിക്കൻ അറ്റാക്കിംഗ് പ്ലെയർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പ്ലെയറിനെ കൃത്യമായിട്ട് ഓർമ്മയില്ല, അദ്ദേഹം വളരെ യങ് ആയൊരു പ്ലെയറാണ്. അദ്ദേഹം അത് പന്തുമായി ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രോസ് ചെയ്ത് സൗത്ത് ആഫ്രിക്കൻ ഡിഫൻഡറിനെ ക്രോസ് ചെയ്ത് പന്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് സൗത്ത് ആഫ്രിക്കൻ ഡിഫൻഡറിൻ്റെ കാലിനിടയിൽപ്പെട്ട് വീഴുന്ന ഒരു രീതിയിലാണ് ഗുട്ടിയറസ് ആയിരുന്നു. ഗുട്ടിയറസ് അവരുടെ വളരെ ഭാവിയുള്ള ഒരു യങ് പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം അത് ഞാൻ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു എന്നാണ് ഞാൻ പറയുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കൻ ഡിഫൻഡർ പുറകെ വരുന്ന അറിയുന്നു, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ക്രോസ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നമുക്ക് ആ ഫൗള് കണ്ടാൽ അറിയാം അതൊരു മനഃപൂർവ്വമുള്ള ഫൗളല്ല. അത് കൂടുതൽ റെഡ് കാർഡ് കിട്ടാൻ കാരണം അത് ഗോളെന്ന് ഉറപ്പാവുന്ന ഒരു സാഹചര്യം. യെസ് അതൊരു ആ സിറ്റുവേഷൻ അത് ഗോളെന്ന് ഉറപ്പാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ളൊരു മുട്ടലായാൽ പോലും പെനാൽറ്റി കാർഡും കിട്ടും, ഇത് ഫ്രീ കിക്കും അനുഭവിച്ചത് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ട് അതെ തൊട്ട് ഡിക്കുള്ളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഗുട്ടിയറസ് അത് പ്രതീക്ഷിച്ചത്. അതെ, അതൊരു തന്ത്രം തന്നെയായിരുന്നു. അത് ക്രോസ് സിമ്പിളായിട്ട് ഗുട്ടിയറസിന് സ്ട്രെയിറ്റ് ആയിട്ട് ഓടാവുന്നതാണ്. പക്ഷെ അദ്ദേഹം ഒന്ന് വളയുന്നു, അതെ, അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ആ കാല് തട്ടുന്നു. അപ്പോൾ ആ രീതിയിൽ. പക്ഷേ നമ്മളിവിടെ പറയേണ്ടത് ഇനി എല്ലാ ടീമുകൾക്കുള്ളൊരു വാണിംഗ് ആണ് ഫസ്റ്റ് മാച്ച്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതാണ് ഇതിൽ എടുത്തു പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ഒരു തരത്തിലും കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് ഫിഫ റഫറിമാർക്ക് കടുത്ത നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഒരു തരത്തിലും കളിയുടെ ഭംഗി നഷ്ടപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളിയിൽ തെറ്റായ രീതികൾ അവലംബിക്കുകയോ ചെയ്യുന്നതിന് ഒരു തരത്തിലും ഒരു ദയവുമില്ല എന്നുള്ള ഒരു തുടക്കമായിരുന്നു ഇന്നലത്തെ മത്സരം. അതുകൊണ്ട് തന്നെയാണ് അത്രയും റെഡ് കാർഡ് ആ മത്സരത്തിലുണ്ടായത്. 67-ാം മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ റൗൾ ജിമിൻസിൻ്റെ മനോഹരമായ ഒരു ഗോൾ, എനിക്ക് ഒരു സെറ്റ് പീസ് ഗോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റോബർട്ടോ അൽവാരോ നൽകിയ ക്രോസ് അത് നേരെ റൗളിൽ വരുന്നു. റൗൾ ജിമിനസിസ് അത് കൃത്യമായി ഗോളിലേക്ക് ഹെഡ് ചെയ്ത് കളിക്കുന്നു. ഇവിടെയും നേരത്തെ സുദേശ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് ഗോൾ കീപ്പറിൻ്റെ അടുത്തുകൂടെ തന്നെയാണ് ആ ഗോളും പോയിരിക്കുന്നത്. ഒരു ക്ലിനിക്കൽ ഫിനിഷ് എന്ന് പറയാം. ഹെഡർ നമ്മുടെ ശരിക്കും പറഞ്ഞെങ്കിൽ നല്ല ശക്തമായ ഷോട്ടോട് കൂടി
ഒരു ഗോൾ വലയിൽ എത്തുന്നത് പോലുള്ള ഒരു ഹെഡാണ് ജിമിനസിസിൻ്റെ. രണ്ടാമത്തെ ഗോളിനെ പറ്റി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് നമുക്കറിയാം, ഒരു റൈറ്റ് വിങ്ങിലൂടെ മെക്സിക്കൻ ഒരു വിങ്ങർ കൊണ്ടുവരുന്ന ഒരു ബോളാണ്. ആ സമയത്ത് ആ വിങ്ങർ ബോളുമായിട്ട് കുതിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോ സൗത്ത് ആഫ്രിക്കയുടെ ബോക്സിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ മെക്സിക്കൻ പ്ലേയേഴ്സ് ഇല്ല, രണ്ടുപേരാണുള്ളത്. ജിമിനസ് കുറച്ച് പുറകിലാണ്. സ്വാഭാവികമായിട്ടും ലാസ്റ്റ് പേഴ്സണായിട്ട് ആ ബോൾ റിസീവ് ചെയ്യാനുള്ള ലാസ്റ്റ് പേഴ്സണായിട്ട് അദ്ദേഹം കൈകൊണ്ട് കാണിക്കുന്നു. കറക്റ്റായിട്ട് ആ വിങ്ങർ കറക്റ്റായിട്ട് മനസ്സിലാക്കി പന്ത് കൊടുക്കുന്നു. അത് വളരെ സ്മൂത്തായിട്ട് ഇദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും അവിടെ കിട്ടുകയാണ്. ഇനി രണ്ടാമത്തെ കളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കളി ശരിക്കും നമ്മൾ വളരെ ആവേശമുള്ള കളിയായിരിക്കും. രണ്ടുപേരും തമ്മിൽ അങ്ങനെ പ്രതീക്ഷിച്ച ഒരു മത്സരം. സൗത്ത് കൊറിയ, നമുക്കറിയാം ഏഷ്യയിലെ വമ്പന്മാർ എന്ന് തന്നെ പറയണം. ഇത്രയും സ്പീഡി ഫുട്ബോൾ കളിക്കുന്ന ഏഷ്യയിലെ ഒരു രാജ്യം. ജപ്പാനും ഒപ്പം സൗത്ത് കൊറിയ. ആ സൗത്ത് കൊറിയ ആണ് ആ മത്സരത്തിൽ ചെക്കിനെ നേരിട്ടത്. ഒരുപക്ഷെ ലോകകപ്പ് സൗത്ത് കൊറിയയെക്കാളും പരിചയസമ്പന്നരാണ് ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ മത്സരം ശരിക്കും നമ്മൾ കാണുമ്പോൾ ആദ്യ മത്സരത്തിനേക്കാൾ കുറച്ച് ആവേശം ഉള്ള ലോകകപ്പ് മത്സരങ്ങളിൽ ഒരു മത്സരമായിട്ട് എനിക്ക് തോന്നി. എങ്ങനെ കാണുന്നു ആ മത്സരം? തീർച്ചയായും നമ്മൾ ഒരു ഫുട്ബോൾ മത്സരം കാണുമ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കളി നടന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം സൗത്ത് കൊറിയ വളരെ വർഷങ്ങളായി തുടർച്ചയായിട്ട് ലോകകപ്പ് കളിക്കുന്ന ഒരു ടീമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരം വലിയ വേദികളിൽ വലിയ പതർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഒരു ലോകകപ്പിൽ സെമി ഫൈനൽ വരെ കളിക്കാൻ സാധിച്ചൊരു ടീമാണ് ഏഷ്യൻ ടീം. അപ്പോൾ നേരെ മറുപക്ഷത്ത് ചെക്ക് നമുക്കറിയാം എന്നും ഒരു ടഫ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അവർ വളരെ അവരുടെ ഫിസിക്കൽ ആധിപത്യം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഫിസിക്കൽ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. നേരെ മറിച്ച് അവർക്ക് അടുത്തെങ്ങും എത്താൻ കഴിയാത്ത ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ളവരാണ് നമ്മുടെ കൊറിയക്കാർ. പക്ഷേ അവിടെ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ഫുട്ബോൾ എന്ന കളി വ്യത്യസ്തമായിരിക്കുന്നത്, അല്ല അത് എല്ലാവർക്കും ഇണങ്ങുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്. കൊറിയ കളിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും വളരെ ഈ നമ്മളെ ടിക്കിറ്റാക്ക എന്ന് പറഞ്ഞു പഴകിയതാണെങ്കിൽ പോലും ടിക്കിറ്റാക്കയായിരുന്നു കളിച്ചിരുന്നത്. അത് കളിക്കാൻ അവർ നല്ല പ്ലാൻഡ് ആയിരുന്നു. നമുക്കത് അവരുടെ ഓരോ മൂമെൻറ്റിലും മനസ്സിലാവും. സ്വാഭാവികമായിട്ട് ഒരു ഫിസിക്കൽ ഗെയിമിലൂടെ ചെക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു, നല്ല പ്രതിരോധം തീർത്തു, കൗണ്ടർ അറ്റാക്കിന് മാത്രം ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൊറിയ വളരെ വ്യത്യസ്തമായ ഒരു ഗെയിം, പാസിംഗ് ഗെയിം കളിക്കാൻ അവർ ശ്രദ്ധിച്ചു. സ്വാഭാവികമായിട്ടും കളിക്കൊരു വേഗം കൂട്ടാനും അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ അവസരങ്ങൾ അവരുണ്ടാക്കി. തുടക്കത്തിൽ അവർക്ക് ഗോൾ നേടാൻ കഴിയാഞ്ഞത് അത്ഭുതപ്പെടുത്തി. എതിരാളികൾ ഒരു ഗോൾ നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചെക്ക് ആദ്യം ഗോൾ അടിക്കുന്നു. ഒരിക്കലും നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ കളിയുടെ ഗതിക്കെതിരെയുള്ള ഒരു ഗോൾ എന്ന് തന്നെ അതിനെക്കുറിച്ച് സാധാരണഗതിയിൽ അതിന് സാധ്യത കൂടുതലാണ്. അതെ അതെ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയണം. ചെക്കിൻ്റെ ഒരു കളി രീതിയും അങ്ങനെയായിരുന്നു. സെറ്റ് പീസുകളും ലോങ് പാസസിലും കൂടെയായിരുന്നു. അതായത് ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ മോഡൽ തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതെന്ന് ചെക്കിന് അവരുടെ കുറവുകൾ അറിയാമായിരുന്നു. ഒരു യൂറോപ്യൻ ടീം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത്തരം ടീമുകളെല്ലാം കളിക്കുന്നത് ഈ രീതിയിലാണ്. എന്താണോ തങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് മാക്സിമം മനസ്സിലാക്കി സെറ്റ് പീസുകളും ഒപ്പം തന്നെ ഒരു ഡിഫെൻസീവ് മോഡാണ് ഞങ്ങളുടെ കളിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ കളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അതിനെ കവച്ചു വയ്ക്കാൻ കൊറിയയുടെ ഒരു ആവേശത്തിന് സാധിച്ചു എന്നാണ് നമ്മൾ പറയേണ്ടത്. കൊറിയൻ കളിക്കാർ നല്ല ഒത്തിണക്കമായിരുന്നു. സണ്ണിന് ചില മിസ്സുകൾ പറ്റിയെങ്കിൽ പോലും ഹുവാങ്ങിനെ പോലുള്ള പ്ലേയേഴ്സ്, അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ കൊറിയയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഗോൾ നേടുക മാത്രമല്ല കളി നിയന്ത്രിക്കുകയും എല്ലാം ചെയ്തത് ഹുവാങ് ആയിരുന്നു. അപ്പോൾ അത്തരം ഒന്നാംകിട പ്ലേയേഴ്സ് കൊറിയയിൽ നിന്ന് വളർന്നു വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റൊരു ഡ്രോബാക്ക്, ഒരു ഫിസിക്കൽ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഇല്ല എന്ന് ഒഴിച്ചാൽ ബാക്കി കളിതന്ത്രങ്ങളിൽ യൂറോപ്പിനൊപ്പം നിൽക്കാനും വേഗതയുടെ കാര്യത്തിൽ യൂറോപ്പിനെ കവച്ചു വയ്ക്കാനും സാധിക്കുന്ന ഒരു ടീമാണ് ദക്ഷിണ കൊറിയയ്ക്ക് സാധിക്കുന്നു. അതെ അതെ. ഇവിടെ നമ്മൾ ആദ്യ പകുതിയിൽ ഗോൾ രഹിതമാണ്, ആരും ഗോൾ അടിക്കുന്നില്ല. പക്ഷെ കളി കഴിഞ്ഞ് രണ്ടാം പകുതി വരുമ്പോൾ കളിക്ക് നേരെ വിപരീതമായി. അങ്ങ് പറഞ്ഞ അതേ വാക്ക് കടമെടുത്തുകൊണ്ട് തന്നെ സുദേശ് പറയട്ടെ, കളിക്ക് ഗതിക്ക് വിപരീതമായി. ഗോൾ നേടുന്നത് ചെക്കാണ്. 59-ാം മിനിറ്റിൽ ലാഡിസ് ക്രജേവ് അദ്ദേഹം ക്രജക് നേടിയ ഗോള്. എങ്ങനെ ആ ഗോളിനെ എങ്ങനെ വിലയിരുത്തുന്നു? സ്വാഭാവികമായിട്ട് അവിടെ നമുക്കറിയാം കൊറിയൻ ഡിഫൻഡേഴ്സിൽ 1-2 പേർ ഒഴികെ ബാക്കി എല്ലാവരും നമുക്കൊരു 5-8 അല്ലെങ്കിൽ അതിൽ താഴെ ഹൈറ്റുള്ള പ്ലേയേഴ്സാണ്. സ്വാഭാവികമായിട്ടും
കോർണർ കിക്കിലും മറ്റ് ഹൈ ബോളൊക്കെ വരുമ്പോൾ ചെക്കിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ചെക്ക് റിപ്പബ്ലിക്കിനും അറിയാം. അവർക്ക് ആ ഒരു അവസരം മുതലെടുക്കാനാണ് അവർ സാധിക്കുക. അല്ലാതെ കളിക്കളത്തിലെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഒരിക്കലും കൊറിയക്കാരെ അവർക്ക് പിന്നിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലൊരു കോർണർ കിക്ക് വരുന്നു. അതിൽ നിന്നായിരുന്നു അവരുടെ ഒരു ഗോളും പിറക്കുന്നത്. ഹെഡ് ചെയ്യുന്നു അവരുടെ ക്യാപ്റ്റനാണത്. ക്യാപ്റ്റൻ ഹെഡ് ചെയ്യുന്നത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ കൊറിയൻ കളിക്കാർക്കിടയിലേക്ക് കയറി വന്ന് അനായാസം ഹെഡ് ചെയ്യുന്നു. ഗോളിയെ നിഷ്പ്രഭനാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഒരു ഗോൾ തന്നെ അവിടെ ഉണ്ടാകുന്നു. അതാ ആ കിക്ക് ഒരുപക്ഷെ ആ ഹെഡർ നമുക്ക് പഴയ പ്രതാപകാലത്തുള്ള പലരെയും ഓർമ്മിപ്പിക്കും. റൊണാൾഡോയെ പോലെ മുള്ളറിനെ ഇങ്ങോട്ട് പറയാം. അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗോൾ. പക്ഷെ ആ ഗോളിന് വളരെ ആയുസ് ഉണ്ടായിരുന്നില്ല അല്ലേ. അടുത്ത 8ാമത്തെ മിനിറ്റിൽ തിരിച്ച് സമനില ഗോൾ നേടി ഹ്വാങ് ഇൻ ബോം. ബോം അങ്ങ് സൂചിപ്പിച്ചതുപോലെ കളം നിറഞ്ഞ് ഇന്നലെ കളിച്ച ഒരു പ്ലെയറാണ്. ആ ഗോളിൻ്റെ മനോഹാരിതയെ കൂടെ ഒന്ന് തീർച്ചയായിട്ടും അതിൽ കൊറിയയുടെ ചെറിയ പന്തുമായിട്ടുള്ള നീക്കങ്ങൾ അത് സണ്ണിന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അതുവരെ ഞാൻ ആ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു നല്ലൊരു ഫിനിഷർ അവർക്കില്ല. സണ്ണിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അപ്പോൾ അവരുടെ മിഡ്ഫീൽഡേഴ്സ് ഒഫൻസീവ് മിഡ് കളിക്കുന്ന പ്ലെയേഴ്സ് അവർ സ്വാഭാവികമായിട്ട് കുറേ കൂടെ കയറി വരാൻ തുടങ്ങുന്നു. അത്തരം ഒരു നീക്കത്തിൽ നിന്നാണ് ആ മനോഹരമായ ഗോൾ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും കൊറിയയുടെ ചെറിയ ഷോർട്ട് പാസുകൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഗോളായിരുന്നു. അതുപോലെ തന്നെയാണ് രണ്ടാം ഗോൾ പറഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന ഗ്യൂ നേടിയ 2ാമത്തെ ഗോൾ 80ാം മിനിറ്റിൽ കളിയുടെ അവസാന സമയങ്ങളിൽ ശരിക്കും ചെക്കിനെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് നേടിയ ദക്ഷിണാഫ്രിക്കയുടെ ഒരു വിജയ ഗോൾ, ദക്ഷിണ കൊറിയയുടെ ഒരു വിജയ ഗോൾ. ആ ഗോളിനെ കൂടി പറ്റി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കളിയിലേക്ക് തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അതിനിടയിൽ ചെക്കിന് ഒരു ഗോൾ നേരത്തെ പോലെ അതേപോലെ സെറ്റ് പീസിൽ നിന്നും ഒരു ഗോൾ കൂടെ നേടി. പക്ഷേ അത് ഓഫ് സൈഡായിട്ട് ചെക്കിന് ആ ഗോൾ അനുവദിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൊറിയ സ്വാഭാവികമായിട്ടും ദക്ഷിണ കൊറിയ ഇന്നലെ തീർച്ചയായിട്ടും അർഹിച്ചിരുന്ന ഒരു വിജയം തന്നെയായിരുന്നു ആ ഗോളിലൂടെ അവർക്ക് നേടിയത്. അത്രത്തോളം അവരുടെ കളി മികവിനെ എല്ലാ തരത്തിലും അടിവരയിടുന്ന ഒരു ഗോൾ എന്ന് തന്നെ പറയാം. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഡ്രോ ആയ സമയത്തും ടീം നന്നായിട്ട് കളിക്കുന്ന സമയത്തും അവരുടെ കോച്ച് അത്തരത്തിലൊരു സബ്സ്റ്റിറ്റ്യൂഷന് പ്രധാനപ്പെട്ട പ്ലെയറെ മാറ്റി സബ്സ്റ്റിറ്റ്യൂഷന് തയ്യാറായി എന്നുള്ളതാണ്. അതൊരു പരീക്ഷണത്തിന് അദ്ദേഹം മുതിർന്നു. സ്വാഭാവികമായിട്ടും ഒരു ഗോൾ വേണം, അല്ലെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റായിട്ട് കളിച്ചാൽ. ഞാൻ ആലോചിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരങ്ങൾ സ്വാഭാവികമായിട്ട് അവർ കുറച്ച് സ്ലോ ആണ്. മത്സരം അത്രത്തോളം പിന്നിട്ട് കഴിഞ്ഞു, ടയേർഡായി കാണും. അപ്പോൾ കുറേ കൂടെ പേസുള്ള ഒരു ന്യൂ പ്ലെയർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറച്ച് എനർജി ഉള്ള ഒരു പ്ലെയർ ഉണ്ട്. ഇല്ല, ഇവിടെ സുധീഷ് മറ്റൊരു സാധ്യത ഇവിടെ ശരിക്കും പറഞ്ഞെങ്കിൽ ദക്ഷിണ കൊറിയ വളരെയധികം ആശ്രയിച്ചിരുന്ന ആളിനെയാണ് പിൻവലിച്ചിട്ട് ഒരു യങ് ബ്ലഡിനെ തിരിച്ചു വിടുന്നു. അതിൽ കോച്ചിനുള്ള ഒരു അസാമാന്യ മനോധൈര്യം മാത്രമല്ല പ്രസൻസ് മൈൻഡ്. തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻ അനുസരിച്ച് തൻ്റെ പ്ലേയേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കണം വളരെ നിർണായകമായൊരു കളിയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ അടുത്തത് മെക്സിക്കോയെ നേരിടാനുണ്ട്, ദക്ഷിണ കൊറിയയാണ് നേരിടാനുള്ളത്. ഏകദേശം ഈക്വൽ ഫോഴ്സാണ് എല്ലാ ടീമുകളും. സ്വാഭാവികമായിട്ടും വളരെ ടൈറ്റ് ഗ്രൂപ്പാണത്. എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ എല്ലാ ടീമുകൾക്കും ആർക്കും ആരെയും തോൽപ്പിക്കാനുള്ള അവസാന 32 മീൻസ് നോക്കൗട്ടിലേക്ക് എത്താനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് ആ റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായി. അത് ഞാൻ പറഞ്ഞ ഈ തന്ത്രമായിരിക്കണം. സ്വാഭാവികമായിട്ട് ചെക്കിനെതിരെ കുറേ കൂടെ എനർജറ്റിക് ആയിട്ട് ഒരാൾ വരുമ്പോൾ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ അവരെ ബീറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ 2ാമത്തെ ഗോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ 2-1 ആ മത്സരം പൂർത്തിയാകുന്നു. ദക്ഷിണ കൊറിയ ലോകകപ്പ് വിജയം നേടുന്നു. നമ്മൾ ഒരുപാട് മത്സരങ്ങൾ ദക്ഷിണ കൊറിയയുടേത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജയം ശരിക്കും അവർ അർഹിക്കുന്ന ജയമായി തോന്നി. ഇനി 2 മത്സരങ്ങളാണ് ഇന്ന് ഉള്ളത്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ ഡേറ്റ് തമ്മിൽ ചെറിയൊരു ഇതുണ്ട്. 12 മണി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് മാറും. അത് കാരണം 2 മത്സരങ്ങൾ നമുക്ക് ഉണ്ട്. ഒന്ന് 12:30 കാനഡ ബോസ്നിയയെ നേരിടും. ബി ഗ്രൂപ്പിലെ മത്സരം. കാനഡ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ടൊറോണ്ടോയിൽ മത്സരത്തിന് ഇറങ്ങുന്നു. അടുത്ത മത്സരം വളരെ നല്ല മത്സരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി കളിക്കുന്ന ഖത്തർ അല്ലേ, ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു ഡി ഗ്രൂപ്പിൽ.
ഈ രണ്ട് മത്സരങ്ങളിലെ ഒരു രത്നച്ചുരുക്കം മത്സരങ്ങൾ നമുക്ക് നാളെ അവലോകനം. തീർച്ചയായിട്ടും കാനഡയും ബോസ്നിയ മത്സരത്തിൽ നമുക്ക് ബോസ്നിയയെക്കുറിച്ച് പറയേണ്ടത്, നമ്മൾ ഇറ്റലിയെ പുറത്താക്കിയിട്ട് ആണ് ബോസ്നിയ വരുന്നത്. സ്വാഭാവികമായിട്ടും കാനഡയ്ക്ക് വളരെ ടഫായ ഒരു ഒപ്പണൻസ് ആണ്. പക്ഷേ കാനഡയിലെ ചില പ്ലേയേഴ്സ് അവർ പ്രൊഫഷണലായിട്ട് യൂറോപ്പിൽ പ്ലേയേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ട് അവരെ അത്ര പെട്ടെന്ന് എഴുത്തള്ളാൻ കഴിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട രണ്ടാമത്തെ മത്സരം പോലുള്ള ഒരു മത്സരത്തിനാണ് അവിടെ സാധ്യതയുള്ളത്. ബോസ്നിയ സ്വാഭാവികമായിട്ടും വളരെ നല്ലൊരു മത്സരം കാണും. രണ്ടാമത്തെ മത്സരമായിരിക്കും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മത്സരം. സ്വാഭാവികമായിട്ടും ഖത്തർ കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കറിയാം ഭേദപ്പെട്ട രീതിയിൽ കളിച്ചൊരു ടീമാണ്. സ്വന്തം ഗ്രൗണ്ടിൽ സ്വന്തം നാട്ടിൽ നടന്നു, നല്ല രീതിയിൽ കളിച്ചു. തിരിച്ചാണ് അമേരിക്ക സ്വന്തം നാട്ടിൽ കളിക്കുന്നു. അതെ, സ്വിറ്റ്സർലൻഡിന് എനിക്ക് തോന്നുന്നത് അതെ അമേരിക്കയിലെ കളി. സ്വാഭാവികമായിട്ടും പിന്നെ സ്വിറ്റ്സർലൻഡിന് ഞാനൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മറ്റും കളിക്കുന്ന പ്ലേയേഴ്സാണ് ഭൂരിപക്ഷം ഉള്ളത്. മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോളിലും അതെ എന്നും അവർ ലീഡിങ് ടീം അല്ലെങ്കിൽ പോലും കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കാൻ പറ്റിയൊരു ടീമാണ്. അവർക്ക് ഏത് സാഹചര്യവും ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഖത്തറിനെതിരെ നല്ലൊരു മത്സരം ഖത്തറിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. എന്തായാലും രണ്ട് മത്സരങ്ങളുടെ അവലോകനമായി വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സുധേഷ്.